ജോലി കഴിഞ്ഞ് പതിവ് പോലെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ഈ ബൈക്ക് എന്നെ ക്രോസ് ചെയ്ത് പോയത്. നോക്കിയപ്പോൾ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ പോക്ക് കണ്ടിട്ട് വലത്തേക്ക് തിരിയുന്ന ലക്ഷണമില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊന്നായിരുന്നു. പിന്നിലിരിക്കുന്ന പുള്ളിക്കാരുടെ സാരി അത് ടയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ടയറിൽ കുരുങ്ങിയിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും ഹോൺ അടിച്ച് നോക്കി. പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നില്ല. 2-3 ഹോൺ അടിച്ചപ്പോൾ പുള്ളിക്കാരി ശ്രദ്ധിച്ചു. എന്തായാലും സാരി എന്ന വസ്ത്രം ബൈക്കിന് യോജിച്ചതല്ല. ഇരിക്കുന്നവർ അത് വൃത്തിയായി ടക്കിൻ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവളത് നേരത്തെ പറയണം. ഇത് രണ്ടും ശ്രദ്ധിക്കാതിരുന്നാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയഞ്ഞ വസ്ത്രങ്ങളും ഷാളും ഒക്കെ ഉപയോഗിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കുക. അപ്പുറത്തുനിന്നൊരു കാർ നമ്മളെ ക്രോസ് ചെയ്ത് പെട്രോൾ പമ്പിലേക്ക് കയറുന്നുണ്ട്. പുള്ളിക്ക് വളരെ സിമ്പിളായിട്ട് ക്രോസ് ചെയ്ത് കയറിപ്പോവാം. പക്ഷേ പുള്ളി എന്തിനാണ് അവ ഇവിടെ കൊണ്ട് ചവിട്ടിയത് വണ്ടി? ഞാനും എൻ്റെ പുറകിൽ വരുന്ന വാഹനങ്ങളും സ്പീഡിലല്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്താൻ പറ്റി. കോൺഫിഡൻസ് ഇല്ലാതെ ഇവരൊക്കെ എന്തിനാണ് റോഡിൽ വാഹനം ഓടിക്കുന്നത്? ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും. മുന്നിൽ പോകുന്ന പിക്കപ്പ് നല്ല വേഗത്തിലാണ് പോകുന്നത്. അവിടെ ഒരു ജംഗ്ഷനുമുണ്ട്. പുള്ളി എങ്ങോട്ടാവും വളയ്ക്കുക? പക്ഷേ പുള്ളി എങ്ങോട്ടും വളയ്ക്കാതെ അവിടെ കൊണ്ട് നിർത്തി. ഒരു ഇൻഡിക്കേറ്റർ പോലും ഇടാതെ വാഹനം നിർത്തുന്ന ഇവർക്കൊക്കെ ആരാണാവോ ലൈസൻസ് അനുവദിച്ചു കൊടുത്തത്? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വീണ്ടും മുന്നിൽ അതേ ജംഗ്ഷൻ വരുന്നു. ഒരു അപ്പാച്ചെ എന്നെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പുള്ളി പോയിക്കോട്ടെ. മുന്നിൽ പോകുന്ന കാറ് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ട്. ബേബി ഓൺ ബോർഡ് എന്ന സ്റ്റിക്കറും അതിൽ പതിച്ചിട്ടുണ്ട്. ഈ കാർ ഓടിക്കുന്ന ആളുകൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വലത്തെ സൈഡിലെ മിറർ നോക്കാറില്ലേ? ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത കാറിനെ ഈ ബൈക്ക് ഓവർടേക്ക് ചെയ്തു. എന്തായാലും തട്ടാതെ പോയത് ഭാഗ്യം. അടുത്തതായി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സിഗ്നലാണ്. ആ സിഗ്നലിൻ്റെ ഇടയിലൂടെ നിങ്ങൾ എന്തിനാണ് ക്രോസ് ചെയ്യുന്നത് പെഡസ്ട്രിയൻസ്? ഇത് അപകടം വിളിച്ചു വരുത്തുകയല്ലേ? നിങ്ങൾക്ക് നടന്നു പോകാനുള്ള സീബ്ര ക്രോസിംഗ് തൊട്ടു മുന്നിലുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ട്, വാഹനങ്ങൾക്ക് പോകാനുള്ള സിഗ്നൽ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. നിങ്ങളിങ്ങനെ അശ്രദ്ധമായി ക്രോസ് ചെയ്യുന്നത് വാഹനങ്ങൾക്ക് ഉപദ്രവമാണ്. അടുത്തത് റെഡ് സിഗ്നലാണ്. ഞാൻ വാഹനം കറക്റ്റ് ലൈൻ്റെ ഇപ്പുറത്ത് കൊണ്ട് നിർത്തി. അവിടെ കണ്ടില്ലേ, ഒരു സ്ത്രീ ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ട്. അവർ ഈ സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുന്നില്ല. പകരം അവർ ഡയഗോണലായിട്ട് അങ്ങോട്ട് നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പുറത്തുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള സിഗ്നലുമായി അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അവിടെ സിഗ്നൽ വിട്ടാൽ വാഹനങ്ങൾ സ്പീഡായിട്ടാണ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകാറുള്ളത്. ഇന്ന് കൂടുതൽ വാഹനങ്ങളുള്ളതുകൊണ്ടായിരിക്കാം സ്ലോ ആയിട്ട് വരുന്നത്. അവരിനി ഇതിൻ്റെ ഇടയിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. കണ്ടില്ലേ ആ ഓട്ടോറിക്ഷ നിർത്തിക്കൊടുത്തത്? റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാരും റോഡ് നിയമങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ്. മുന്നിലൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്. ആ ബസ്സിനെ ക്രോസ് ചെയ്ത് നമ്മൾ സാധാരണ വലത്തേക്ക് എടുക്കും. പക്ഷേ ആ ബസ്സിൻ്റെ താഴെ കൂടെ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വാഹനം വരുന്നത് കണ്ടതുകൊണ്ട് ഞാൻ പതിയെ ഇടത്തേക്ക് ഒതുക്കി. ഈ ബൈക്ക് കണ്ടില്ലേ കയറിപ്പോയത്? അപ്പോഴേക്ക് ബസ് മുന്നോട്ട് എടുക്കുകയും ചെയ്തു. പിറകിലെ മിറർ നോക്കാതെ ആ ബൈക്ക് ഇനി എൻ്റെ നേരേക്ക്. കണ്ടില്ലേ? ശ്രദ്ധിച്ചോടിക്കൂ സഹോദരാ. അവസാനമായി ഈ കാർ റോട്ടിലേക്ക് ഇറക്കിയ പുള്ളിക്കാരിയാണ് കിടിലം. മുറ്റത്തേക്ക് ഇറക്കുന്ന പോലെയാണ് റോട്ടിലേക്ക് ഇറക്കുന്നത്. പിറകിൽ വാഹനങ്ങൾ വരുന്നത് നോക്കുന്നുമില്ല, ഇൻഡിക്കേറ്ററും ഇട്ടിട്ടില്ല. കാറിലെ മിറർ മുഖം നോക്കാനുള്ളതല്ല സഹോദരി, പിറകിൽ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ്. അപ്പോൾ വീണ്ടും കാണാം.